ഹലോ അസ്സലാമു അലൈക്കും. ഇന്നിവിടെ ചെറിയൊരു മൗലൂദാട്ടോ. മൗലൂദിലേക്ക് ചീർണി ഉണ്ടാക്കിയതാണ് കുക്കറപ്പം. ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിലും വീഡിയോയുടെ കമൻറ്റിൽ അറിയിച്ചാൽ മതി. പിന്നെ എത്ര ആൾ വരികയാണെങ്കിലും നമുക്ക് മന്തി എത്ര പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഈ റെസിപ്പിയിലൂടെ പറഞ്ഞുതരാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ബിരിയാണിനെക്കാട്ടി എത്ര എളുപ്പമാണ് കേട്ടോ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ഞാൻ അടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത്. അടുപ്പത്തേക്ക് ഒരു ചെമ്പട്ടി വെക്കുക. അതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ആ വെള്ളം വെക്കുക. അതിലേക്ക് മസാലകളൊക്കെ ഇട്ട പോവുക, ഏലക്കായ, ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിക്കുക, ഉപ്പിടുക, എന്നിട്ട് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കൻ്റെ അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് പിന്നെ നമ്മൾ ഏതിലാണോ ദമ്മിട്ട് ബിരിയാണിയല്ല മന്തി ഏതിലാണോ ദമ്മിടുന്നത് അതിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഒന്ന് ഓരോന്ന് മേലെ കയറി നിൽക്കാതെ ഇതേപോലെ അടുക്കി വെക്കുക നമ്മൾ ചിക്കനിലേക്ക് ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുക. മസാലകളൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അല്ലാതെ ഒന്നുമല്ല. മസാലകളൊന്ന് ചിക്കനിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 4 മേഗിക്കട്ട ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചപ്പ്, പുതിന, പിന്നെ അതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് കുരുമുളക് പൊടി, കുറച്ച് ജീരകപ്പൊടി, കുറച്ച് ബിരിയാണി മസാല ഒക്കെ കൂടി ഇട്ടിട്ട് ഒന്നൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലും വേണം കറാമ്പട്ട, ഏലക്കായി, പിന്നെ പൂവും ഒക്കെ കൂടി വേണം. അപ്പോഴേക്ക് ചോറ് വെന്ത് വന്നിട്ടുണ്ട്. അധികം വേവിക്കേണ്ട, കുറച്ച് വെന്താൽ മതി. അതൊന്ന് ഊറ്റി മാറ്റി വെക്കാം. അങ്ങനെ ഈ പൊടികളൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ക്യാപ്സിക്കം നല്ല പോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ചെറുങ്ങനെ ചോപ്പ് ചെയ്യണം കേട്ടോ. ഇതിൽ ഈ ക്യാപ്സിക്കം ഈ മസാലയിൽ കാണുകയല്ല. ഇതാണ് ഏറ്റവും ടേസ്റ്റ് വരുന്നത് കേട്ടോ ഇതിലിടുമ്പോൾ. പിന്നെ ചപ്പ്, പുതിനയൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് അതും ഇതിലിട്ടിട്ട് നല്ല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഒന്ന് ഒരു കളറിന് വേണ്ടി കുറച്ചൊന്ന് റെഡ് കളർ ഒന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ 3 നാരങ്ങ ഉണങ്ങിയതും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടും ഇളക്കിയെടുക്കാം. നല്ല പോലെ കുഴക്കാൻ എന്തായാലും മറന്നുകൊണ്ട. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്തായാലും കുറച്ച് ഉപ്പിട്ടാൽ മതി. മാഗിക്കട്ട എടുത്തിട്ടതുകൊണ്ട് അങ്ങനെ മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. കുറച്ച് വെന്ത് വരുമ്പോഴാണ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുങ്ങനെ ഇളക്കിയാൽ മതി, അല്ലാതെ ഇളക്കി ഇങ്ങനെ കലങ്ങി പോകണ്ട ചിക്കന്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വെക്കാം. ഇത് ചിക്കനിൽ വെള്ളം ഒഴിച്ചതൊന്നുമല്ല കേട്ടോ, ഇതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ്. അതൊന്ന് ലേശം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അത് ദമ്മിടുമ്പം കുറച്ച് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, ചെറുങ്ങനെ ഒന്ന് വെന്താൽ മതി. അപ്പോൾ ഈ ചോറൊക്കെ ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഓയിൽ മുക്കി വെച്ചില്ലേനോ, ആ മുക്കി വെച്ചത് അതിലേക്ക് കുറച്ച് ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെയും ചോറ് അതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ചൊരു മഞ്ഞ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കിയിട്ട് ആ മഞ്ഞ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുവപ്പ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് കളർ വന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുക. പിന്നെ ഒരു പുകൻ്റെ ഒരു ചുവക്ക് വേണ്ടിയിട്ട് കണൽ ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വെച്ച് കൊടുക്കുക. ഇത് കണ്ടതാ, ഇങ്ങനെയാണ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയാണുള്ളത്. കണ്ടോ, അപ്പോൾ ഒരു കളറൊക്കെ വന്നിട്ട് നല്ല അടിപൊളി ആയി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് നമ്മൾ മന്തി. കാണുമ്പോൾ തന്നെ എന്തൊരു രസമല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഒരു 10-20 ആൾക്കാരാണെങ്കിലും 2-2.5 കിലോ മതിയാവും. ഞങ്ങളുടെ മൗലൂദ് ഓതാണ്. മൗലൂദിൽ ഓതുന്ന ഒരു ഉസ്താദ് മരിച്ചു പോയി. സങ്കടമാണ് വീഡിയോ കാണുമ്പോൾ, ഓർമ്മ വരികയാണിപ്പോൾ. അങ്ങനെ മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ 11 മണിയൊക്കെ ആയി എല്ലാം കഴിഞ്ഞേരം. അപ്പോൾ മക്കളെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഇവരോട് ഞാൻ പറഞ്ഞു നമ്മളൊന്ന് പുറത്ത് പോയി വരാം. അങ്ങനെ ഞങ്ങൾ ചില്ലാക്കി. അവർ പറഞ്ഞു നമുക്ക് ചില്ലാക്കാം. അപ്പോൾ ചില്ലാക്കാൻ വേണ്ടി പോയതാണ്. അവരെ കൂടെ തന്നെ ഇങ്ങനെ കളിച്ച് ചിരിച്ച് നടക്കാൻ ഇതൊരു ഫീലിംഗാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി അനിയത്തിൻ്റെ മോളുണ്ട്, പിന്നെ ആങ്ങളുടെ മോനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോയിട്ട് അവിടുന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് അവിടുന്ന് സോഡയൊക്കെ വാങ്ങിച്ച് പോലെ പൂട്ടിയിരിക്കുന്നു. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ സോഡയൊക്കെ വാങ്ങി കുടിച്ച്, മന്തി തിന്ന് പോയതല്ലേ, അപ്പോൾ സോഡയൊക്കെ വാങ്ങി കുടിച്ച്, 7up തോന്നുന്നു, 7up വാങ്ങി കുടിച്ച് അങ്ങനെ ചില്ലാക്കി നടന്ന് വരികയാണ് ഇപ്പോൾ കാണുന്നത്.
എന്തായാലും ഹാപ്പിയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.